നമ്മുടെ മുടിയെക്കുറിച്ച് ഈ കാര്യങ്ങൾ അറിയാതെ മുടിയിൽ എന്ത് ചെയ്താലും ഒരു കാര്യമില്ല കേട്ടോ. ഹെയർ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ, അല്ല എങ്കിൽ ഹെയറിൻ്റെ പോറോസിറ്റി കേട്ടോ. ഇതറിയാതെ നമ്മൾ എന്ത് നമ്മുടെ തലമുടിയിൽ ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ചുമ്മാ നമ്മുടെ സമയം വേസ്റ്റ് ആക്കുകയല്ലാതെ, അതുപോലെ തന്നെ ഉള്ള മുടിയെ ഇല്ലാതാക്കുകയല്ല എങ്കിൽ കളയുകയും ചെയ്യാതെ ഇതിൽ വേറെ ഒരു ഉപകാരം നമുക്ക് കിട്ടുന്നില്ല. ആദ്യം തന്നെ നമ്മുടെ ഹെയർ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നല്ല ആരോഗ്യമില്ലാത്ത ഹെയർ ടൈപ്പ് ആണെങ്കിൽ അതിനെ എങ്ങനെ നല്ല ആരോഗ്യമുള്ള ഹെയർ ടൈപ്പ് ആക്കി മാറ്റാം എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഹെയറിൻ്റെ പോറോസിറ്റി എന്ന് നോക്കാം കേട്ടോ. നമ്മൾ കൊടുക്കുന്ന മോയ്സ്ചർ, അതായത് മോയ്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിലാണ് മസ്റ്റായിട്ട് ചെയ്യുന്നത്. നമ്മുടെ മുടിയുടെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കുള്ളിൽ എത്രത്തോളം നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ട് എന്നും ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പോറോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ പോറോസിറ്റി പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ പോറോസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ക്യൂട്ടിക്കിളിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ് പ്രൊസീജിയറും ആണ് കേട്ടോ. ഹെയർ പോറോസിറ്റിയെ 3 തരംതിരിക്കാം: ലോ പോറോസിറ്റി, മീഡിയം പോറോസിറ്റി ആൻഡ് ഹൈ പോറോസിറ്റി. സാധാരണ നമ്മുടെ എല്ലാവരുടെ ഹെയർ പോറോസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ ഹെയറിൻ്റെ പോറോസിറ്റി എന്താണോ അതനുസരിച്ചിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞിൻ്റെ ഹെയർ എന്ന് പറയുന്നതെങ്കിൽ ലോ പോറോസിറ്റി ആയിരിക്കും കേട്ടോ. ജനിച്ച ഒരു കുഞ്ഞിൻ്റെ ഹെയർ എന്ന് പറയുന്നത് ലോ പോറോസിറ്റി ആയിരിക്കും. ആ മുടി നല്ലവണ്ണം, അതായത് ആ മുടിയുടെ ക്യൂട്ടികൾ നല്ലവണ്ണം അടഞ്ഞിരിക്കും. കുഞ്ഞ് ജനിച്ചതിന് ശേഷം സൺലൈറ്റും എൻവയോൺമെൻറ്റ് കോൺടാക്റ്റും UV റേസും ഒക്കെ തട്ടിക്കഴിയുമ്പോൾ അത് കുറച്ച് വ്യത്യാസം വരും. പിന്നെ അത് മീഡിയം പോറോസിറ്റിയിലോട്ട് മാറും. ആദ്യം ലോ പോറോസിറ്റി ആയിരിക്കും, പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റ് കോൺടാക്റ്റ് ഒക്കെ വരുമ്പോൾ അത് മീഡിയം പോറോസിറ്റിയിലോട്ട് മാറും. ഈ മീഡിയം പോറോസിറ്റി എന്ന് പറയുന്നത് അത്ര കുഴപ്പമില്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ. അധികം വെയിലേൽക്കുമ്പോഴും കളർ ചെയ്യുമ്പോഴും ഹീറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഈ ഹെയറിൻ്റെ ക്യൂട്ടിക്കിളിന് ആരോഗ്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കുറയും കേട്ടോ. അപ്പോഴേക്കും ക്യൂട്ടിക്കിൾ അധികം ഓപ്പൺ ആയിരിക്കും. ഇങ്ങനെയുള്ളതിനാണ് ഹൈ പോറോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോറോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. അത് വേറെ ഒന്നല്ല, ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹെയർ എടുക്കുക. അതായത് അമിതമായിട്ട് ഓയിലില്ലാത്ത, എന്താ പറയുക, ഷാംപൂസ് ചെയ്യാത്ത, അങ്ങനെ നനവില്ലാത്ത, അങ്ങനെയൊക്കെ പറയുന്ന ഒരു മുടിയല്ല എടുക്കേണ്ടത്. ഫ്രഷ് എന്ന് പറയുമ്പോൾ കുളിച്ച് നല്ല രീതിയിൽ മുടിയൊക്കെ ഉണങ്ങി ഷാംപൂസ് ഒന്നും ചെയ്യാത്ത, അമിതമായിട്ട് എണ്ണയില്ലാത്ത അങ്ങനത്തെ ഒരു മുടിയാണ് എടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ മുടി വെള്ളത്തിലേക്ക് ഇടണം. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയാൽ ഗ്ലാസിൻ്റെ ഏറ്റവും താഴെയാണ് മുടി കിടക്കുന്നതെങ്കിൽ ഹൈ പോറോസിറ്റി മുടിയായിരിക്കും കേട്ടോ. അതായത് അകത്തേക്ക് നല്ലവണ്ണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അതായിരിക്കും വെയിറ്റ് കാരണം നമ്മുടെ മുടി താഴെ തങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നടുക്കാണ് മുടി കിടക്കുന്നതെങ്കിൽ മീഡിയം പോറോസിറ്റി ആയിരിക്കും കേട്ടോ. വെള്ളത്തിന് മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ലോ പോറോസിറ്റി ആയിരിക്കും. അതായത് അധികമായിട്ട് ആരോഗ്യമില്ലാത്ത മുടിയായിരിക്കും മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. നമ്മൾ എന്ത് വെള്ളത്തിലിട്ട് പരീക്ഷിച്ച് നോക്കിയാലും ഈ വേസ്റ്റ് ആയിട്ടുള്ള, അതായത് ആരോഗ്യമില്ലാത്ത സാധനങ്ങളാണ് ഏറ്റവും മുകളിൽ വരുന്നത്. അതേ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ മുടിക്കും. ഇപ്പോൾ നമ്മുടെ മുടിയുടെ പോറോസിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ, അതായത് മുടിയുടെ ടെക്സ്ചർ എന്തെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും, മുടിയിൽ എന്ത് അപ്ലൈ ചെയ്യണമെങ്കിലും നമ്മുടെ പോറോസിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, ചിലവർക്ക് ഈ മെത്തേഡ് വഴി എല്ലാവർക്കും കറൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് മറ്റൊരു വഴിയുണ്ട്. നമ്മുടെ മുടി കഴുകിയിട്ട് ഉണങ്ങാനെടുക്കുന്ന സമയം നമ്മുടെ ഹെയറിൻ്റെ പോറോസിറ്റി ഡിസൈഡ് ചെയ്യും. 10 അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ മുടി ഉണങ്ങുന്നതെങ്കിൽ ഹൈ പോറോസിറ്റി ആയിരിക്കും കേട്ടോ. 1 മണിക്കൂറിന് ശേഷം ഉണങ്ങുന്നതെങ്കിൽ മീഡിയം പോറോസിറ്റി ആയിരിക്കും. നല്ല സമയം എടുക്കുന്നുണ്ടെങ്കിൽ ലോ പോറോസിറ്റി ആയിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മീഡിയം പോറോസിറ്റിയുള്ള മുടിയാണ് നല്ല ആരോഗ്യമുള്ള മുടിയെന്ന്. അതായത് മോയ്സ്ചർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോഡക്റ്റ് പെട്ടെന്ന് കയറാനും നല്ലതാണ്, ഉണങ്ങാനും നല്ലതാണ് കേട്ടോ പെട്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ പോറോസിറ്റിയൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആവാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അതായത് ലോയിൽ നിന്ന് മീഡിയത്തിലോട്ട്, മീഡിയത്തിൽ നിന്ന് ഹൈയിലോട്ടൊക്കെ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയം പോറോസിറ്റിയാണ് നല്ല മുടിയുടെ ലക്ഷണം എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് മീഡിയം പോറോസിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഹൈ പോറോസിറ്റി ആകാൻ വിടരുത്, അതുപോലെ തന്നെ ലോ പോറോസിറ്റി ആകാനും വിടരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ മീഡിയം പോറോസിറ്റിയിൽ തന്നെ നമ്മുടെ മുടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ അമിതമായി വെയിലത്ത് പോകാതിരിക്കുക, ഹീറ്റ് അമിതമായി ഉപയോഗിക്കാതിരിക്കുക. ലോ പോറോസിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അത് അകത്തേക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പുറത്ത് തന്നെ അടിഞ്ഞുകൂടും. അത് പിന്നെ ചൊറിച്ചിലിന് കാരണമാകും കേട്ടോ. ഇത് മുടിയുടെ വളർച്ച കുറയ്ക്കാനും കാരണമാവും. അപ്പോൾ നിങ്ങളുടെ മുടി ലോ പോറോസിറ്റി ഹെയർ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ അത് പറയാം കേട്ടോ. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെയർ ഓയിൽ ചെയ്യുന്ന കാര്യത്തിൽ തന്നെയാണ് കേട്ടോ. ഈ ഹെയർ ഓയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് റോസ്മേരിയോ, കോക്കനട്ട് ഓയിലോ, ആൽമണ്ട് ഓയിലോ, അങ്ങനെയുള്ള ലൈറ്റ് വെയിറ്റുള്ള
ഓയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഓയിൽ ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ ഹെയറിൻ്റെ മുകളിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് മുടിയിഴകളിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ലോ പോറോസിറ്റി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂസും അതുപോലെ തന്നെ ഷാംപൂസ് ഉപയോഗിക്കണമെങ്കിൽ മസ്റ്റായിട്ട് കണ്ടീഷണർ ഉപയോഗിക്കണം. അപ്പോൾ ആ ഷാംപൂസിന് സെയിം ആയിട്ടുള്ള കണ്ടീഷണർ തന്നെ ഉപയോഗിക്കാനും നോക്കണം. അത് നമ്മുടെ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കാതെ നമ്മുടെ നോർമൽ വെയിലിൽ, അതായത് ചെറിയൊരു കാറ്റിലും ചെറിയ വെയിലൊക്കെ ഇല്ലേ, ആ സമയത്ത് നമ്മുടെ മുടി കുളിച്ചതിന് ശേഷം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഹെയർ ഡ്രയേഴ്സ് മസ്റ്റ് അവോയ്ഡ് ചെയ്യണം ഇങ്ങനെ ലോ പോറോസിറ്റി ഹെയർ ഉള്ളവർ. അതുപോലെ തന്നെ തലമുടി കൊഴിച്ചിൽ തടയാൻ ശ്രദ്ധിക്കേണ്ട ഒരു 5 പോയിന്റും കൂടെ പറയാം കേട്ടോ. ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അല്ലേ. മുടി കൊഴിച്ചിൽ തടയാൻ ഇന്ന് പലരും പല വഴികളും തേടാറുണ്ട്. പരിഹാരത്തിന് പകരം കാരണമാണ് അറിയേണ്ടത് കേട്ടോ എന്നാരും ശ്രദ്ധിക്കാറുമില്ല. തൈറോയിഡ്, വൈറ്റമിൻ സിയുടെ കുറവ്, പ്രമേഹം, ഇരുമ്പിൻ്റെ കുറവ്, ലൂപ്പസ്, ആൻറ്റി ഡിപ്രസൻറ്റുകൾ, ഗർഭനിരോധന ഗുളികകൾ, റെറ്റിനോയിഡുകൾ തുടങ്ങിയ മരുന്നുകളുടെ പാർശ്വഫലങ്ങളും മുടി കൊഴിച്ചിലിന് കാരണമാവുകയും അതുപോലെ തന്നെ പുകവലി, മദ്യപാനം തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങളും മുടി കൊഴിച്ചിലുണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. പോഷകാഹാരക്കുറവാണ് മുടി കൊഴിച്ചിലുണ്ടാക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം. മുടി കൊഴിച്ചിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാനും പോഷകാഹാരക്കുറവ് ഒരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ഉത്കണ്ഠ, കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവ കാരണവും മുടി ധാരാളമായി കൊഴിയാറുണ്ട് കേട്ടോ. തലയോട്ടിയിലെ ഫംഗസ്, കെമിക്കലുകളുടെ ഉപയോഗം, ഹെയർ സ്റ്റൈൽ പരീക്ഷണങ്ങൾ എന്നിവയും മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു 5 ടിപ്പും കൂടെ പറയാവേ. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഇവ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ തലമുടി വളരാൻ സഹായിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതിനായി പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയും ധാരാളം കഴിക്കണം. അയണും ഫാറ്റി ആസിഡും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കടുകെണ്ണ, ബദാം എണ്ണ, ആവണക്കെണ്ണ, റോസ്മേരി ഓയിൽ തുടങ്ങിയവ തലമുടിയിൽ പുരട്ടുന്നതും മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഓയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന്. പക്ഷേ നമ്മുടെ ആവണക്കെണ്ണ നല്ല ബെസ്റ്റ് ഒരു എണ്ണയാണ് കേട്ടോ. പക്ഷേ അത് ലൈറ്റ് വെയിറ്റ് അല്ല. അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആവണക്കെണ്ണ ഉപയോഗിക്കുന്നവർ നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടെ, നമ്മൾ എത്ര ആവണക്കെണ്ണ എടുക്കുന്നത് അതേ അളവിൽ കോക്കനട്ട് ഓയിലും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ആ ഒരു രീതിയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.